മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസം നവരാത്രിയിലെ മഹാനവമി ദിവസം എനിക്ക് വലിയ ഒരു ഭാഗ്യം, അനുഗ്രഹം ലഭിച്ചതുപോലെ തോന്നി. സത്യസായി ബാബയുടെ സാന്നിധ്യത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുട്ടപർത്തിയിൽ ചെന്ന് ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് 40,000 ബാബ ഭക്തന്മാരോട് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. അതിനുശേഷം ഈ ഒക്ടോബർ 2-ാം തീയതി മഹാനവമി ദിവസം സത്യസായി ബാബ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു സന്ദേശം 1 മണിക്കൂർ സമയം ജനങ്ങൾക്ക് നൽകാനും ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു അപൂർവ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് ഞാനൊരു സായിബാബ ഭക്തനല്ല, സായി സേവാസമിതിയുടെ പ്രവർത്തകനല്ല, ഞാൻ ഭജനയ്ക്ക് പോവാറില്ല. അങ്ങനെ സായി സമിതികളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊന്നും കാര്യമായി പങ്കെടുക്കാത്ത എനിക്ക് അവിടെ ചെന്ന് അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ഇന്നത്തെ അവസ്ഥ, അവിടുത്തെ കാര്യനിർവഹണങ്ങൾ, അവിടെ പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരുടെ മാനസികാവസ്ഥ, വരുന്ന ഭക്തജനങ്ങളുടെ മാനസികാവസ്ഥ, ഇതെല്ലാം ഒന്ന് അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ടായി. പ്രധാനമായും കാരണം സായിബാബ 96-ാമത്തെ വയസ്സിലെ സമാധിയാവുള്ളൂ എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞിട്ടുണ്ട് എന്ന് സായിബാബയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം 86-ാമത്തെ വയസ്സിൽ സമാധിയായി. പതിവ് പോലെ കേരളത്തിലെ നിഷേധാത്മകത നിറഞ്ഞു തുളുമ്പുന്ന TV മാധ്യമങ്ങൾ, എന്നും തിന്മകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ, അവരുടെ ജീവന്റെ ശ്വാസമെന്ന് പറയുന്നത് തന്നെ തിന്മകൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ് പത്രധർമ്മം, മാധ്യമധർമ്മം എന്ന് വിചാരിക്കുന്നവര് അന്ന് സായിബാബ 10 വർഷം മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് വളരെയേറെ ചർച്ചാ വിഷയമാക്കി. യുക്തിവാദികളെല്ലാം വളരെയേറെ അത് ചർച്ചാ വിഷയമാക്കി. അങ്ങനെ കുറെ അധികം സായിബാബ ഭക്തരുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം ഉയരുകയുണ്ടായി. സായിബാബയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അദ്ദേഹം ഒരു മഹാമനുഷ്യനാണോ? അവതാരമാണോ? ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്നീ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ കുറേയേറെ യുക്തിവാദികൾക്കും ഇടതുപക്ഷ ചാനലുകൾക്കും വലതുപക്ഷത്താണെങ്കിലും വികാര തീവ്രമായ വാർത്തകൾ ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ ഉണ്ട്. RSS നേതാവ് TV-യിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിലെ ദേശീയ ദിനപത്രം എഴുതി ഗവൺമെന്റ് വെട്ടിലെന്ന്. എന്താണാവോ ഗവൺമെന്റ് വെട്ടിലായത്? മന്ത്രിമാരോ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സെക്ഷനോ അല്ലെങ്കിൽ ദൂരദർശനോ അതിനെക്കുറിച്ച് യാതൊരു നെഗറ്റീവും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് വെട്ടിലായി? ഒരു സെൻസേഷണൽ ആക്കാനുള്ള നിഷേധാത്മകത നിറഞ്ഞിരിക്കുന്ന കേരളത്തില് സായിബാബയ്ക്കെതിരെ ധാരാളം ആരോപണങ്ങൾ വരികയും സായിബാബയുടെ തന്നെ കർമ്മമണ്ഡലം ബാംഗ്ലൂരുള്ള വൈറ്റ് ഹൗസിലെ ഹോസ്പിറ്റലിലും ഫെയർഫീൽഡിലേക്ക് ആവശ്യമായിട്ടുള്ള പൈസ പുട്ടപർത്തിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ
ആ 35 ലക്ഷം രൂപ പുട്ടപർത്തിയിൽ നിന്ന് കടത്തിക്കൊണ്ടുകയാണെന്ന് വരെ മാതൃഭൂമി പത്രം എഴുതി. അപ്പോ അത് ഇവിടത്തേക്ക് ശമ്പളത്തിന് ആവശ്യമായ പൈസ കൊണ്ടുവരികയാണ് എന്ന് വിവരിച്ചിട്ട് പോലും അത് ഭയങ്കര സെൻസേഷനിലാക്കി പുട്ടപർത്തിയിൽ എല്ലാവരും കൈയിട്ട് വാരുന്നു എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള വാർത്തകൾ നിരന്തരം എഴുതി പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ അവിടെ എങ്ങനെ നടക്കുന്നു എന്നറിയാനുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് വളരെയേറെ അടുക്കും ചിട്ടയോടും കൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ഒരു മിലിറ്ററി ഡിസിപ്ലിൻ പ്രവർത്തകരിലും 100% സ്വാതന്ത്ര്യം അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്ന ഒരു അന്തരീക്ഷം, പ്രവർത്തകർക്ക് 100% ഡിസിപ്ലിനറി ഓർഡറിങ്ങും, അതേപോലെ അവിടെ വരുന്ന ഭക്തജന പ്രവാഹം, ആ വാക്കുപയോഗിക്കായിരിക്കും നല്ലത്. അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സിനിമ ടാക്കീസിൽ സിനിമ കഴിഞ്ഞ് ജനങ്ങള് ടാക്കീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര ഫ്ലോ ഉണ്ടാവോ ആ ഒരു ഫ്ലോ ആണ് മഹാനവമി ദിവസം ആയുധ പൂജയുടെ അന്ന് ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ ഹോളിഡേയും കൂടി വന്നപ്പോ അവിടെ ജനങ്ങൾ വന്നത്. പുട്ടപർത്തി എന്ന പ്രദേശം തന്നെ ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. ഒരു തരത്തില് തളർന്നു കിടന്നിരുന്നു സായിബാബയുടെ സമാധിക്ക് ശേഷം എന്ന് പറഞ്ഞിരുന്ന സ്ഥലമെല്ലാം വളരെ എനർജറ്റിക്കായി. ഒരു പോലീസ് വാനും ആ പ്രദേശത്ത് കണ്ടില്ല, ഒരു CIDയും കണ്ടില്ല, ഒരു തരത്തിലുള്ള ഗവൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയും ഇല്ല. 1-2 പോലീസുകാര് അകത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടതല്ലാതെ ബാക്കി മുഴുവനും കൺട്രോൾ ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും നല്ല വോളണ്ടിയേഴ്സാണ്. സാധാരണ സായിബാബ ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ വോളണ്ടിയേഴ്സ് പലരും വളരെ റഫായിട്ടാണ് പെരുമാറാറുണ്ടായിരുന്നത്. ആ റഫായിട്ട് പെരുമാറുന്നു വോളണ്ടിയേഴ്സ് എന്ന് ആരോ സായിബാബയോട് പറഞ്ഞപ്പോ സായിബാബ അതിന് മറുപടി കൊടുത്തു, അത്രേ, കഴിഞ്ഞ ജന്മത്തില് അസുരന്മാരായി ജനിച്ചവര് ഈ ജന്മത്തില് മനുഷ്യരായി പിറന്നപ്പോ കഴിഞ്ഞ ജന്മത്തെ കുറെ സ്വഭാവമെങ്കിലും അവരിലുണ്ടാവും. അതുകൊണ്ട് അവര് എൻ്റെ അടുത്ത് വന്ന് മറ്റുള്ളവർക്ക് പ്രോബ്ലം ഉണ്ടാവാത്ത വിധത്തിൽ ഞാൻ അവരെ ഈ ക്യാമ്പസിന്റെ അകത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് തമാശ രൂപത്തിൽ പറയുകയുണ്ടായി. വളരെ റഫായിട്ടായിരുന്നു ജനറലി അവരുടെ വോളണ്ടിയേഴ്സ് പെരുമാറാറുള്ളത്. പക്ഷെ ഇന്ന് ആ അന്തരീക്ഷം ഒത്തിരി മാറിയിരിക്കുന്നു. റീസണബിളി നല്ലവണ്ണം പൊളൈറ്റായിട്ട് ധാരാളം എന്ന് വെച്ചാൽ 1800 വോളണ്ടിയേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓരോ മാസം 15 ദിവസം വീതം. ഞാൻ പോയപ്പോൾ 1800 വോളണ്ടിയേഴ്സ് ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു. ഓരോ സംസ്ഥാനത്തിന് വോളണ്ടിയേഴ്സിനെ ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടു. ഭജനയും പ്രാർത്ഥനയും സന്ദേശങ്ങളും അതിനുള്ള അനുമതിയുമെല്ലാം ശരിക്ക് ഒരു സ്ട്രീം ലൈൻഡ് പ്രോഗ്രാം പോലെ അവിടെ കാണേണ്ടായി. നീറ്റ്നെസ്, ക്ലീൻലിനെസ് വിവരണാതീതമാം വിധത്തില് ധന്യമായിരുന്നു. എല്ലാ സ്ഥലത്തും ഓരോ കാര്യത്തിനും നിർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വന്ന് നിർദ്ദേശം തരാൻ അവിടെ ആരുമില്ല, എല്ലാ നിർദ്ദേശങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും അധികം ആൾക്കാര് അവിടെ ഭക്തിയുടെ മാത്രം ഒരു നിഴലിൽ വന്നിരിക്കുന്നത് കണ്ടു. എത്രയോ റൂമുകൾ അവിടെ പണിതിട്ടിരിക്കുന്നതെല്ലാം വളരെ നോമിനൽ ചാർജിന് വാടകയ്ക്ക് കൊടുത്ത് 2, 3, 4 ദിവസം താമസിക്കുന്നവരെ കണ്ടു. സായിബാബ ഉണ്ടായിരുന്ന കാലത്ത് ആയിരക്കണക്കിന് വിദേശികൾ വന്നിരുന്നു. ആ വിദേശികൾ വന്നിരുന്നത് പലതും ജീൻസ് ഇട്ടും ഷോർട്ട്സ് ഇട്ടും ബർമൂഡ ഇട്ടും വികൃതമായിട്ടുള്ള തലമുടിയോടുകൂടിയും എല്ലാം ആയിരുന്നു അന്ന് വന്നിരുന്നത്. പക്ഷെ ഇന്ന് ആയിരക്കണക്കിന് വിദേശികളൊന്നുമില്ല, ഡസൻ കണക്കിന് വിദേശികളെ ഉള്ളൂ. അവരാണെങ്കിൽ 90% സേവനത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാ. നീറ്റ്ലി ക്ലീൻലി ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ കണ്ടത്. അവരെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അമേരിക്കയിലെ ഡക്കോട്ട യൂണിവേഴ്സിറ്റിയില്
സ്ത്രീകള് ജീൻസ് ഉപയോഗിക്കരുത് എന്ന നിയമം നിലവിലുണ്ട്. 40,000 കുട്ടികൾ പഠിക്കുന്ന ഡക്കോട്ട യൂണിവേഴ്സിറ്റിയിൽ ജീൻസ് ഉപയോഗിക്കാറില്ല പെൺകുട്ടികൾ. അതുപോലെ എനിക്ക് വളരെ അഗാധമായി ഓർമ്മ വന്നത് യേശുദാസ് പറഞ്ഞ സന്ദേശമാണ്. അതായത് സ്ത്രീകൾ ജീൻസ് ധരിക്കരുത്, ആരെന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവനവനുണ്ടെങ്കിലും എങ്ങനെ ഭാരതീയ സംസ്കാരത്തോടുകൂടി ധന്യമായ ഒരു മനസ്സ് നിലനിർത്തണം, ശരീരം നിലനിർത്തണം, ഡ്രസ്സ് നിലനിർത്തണം, കുടുംബാന്തരീക്ഷം നിലനിർത്തണം എന്ന് പറയാൻ യേശുദാസിന് പൂർണ്ണമായിട്ട് അധികാരമുണ്ട്. യേശുദാസിന് പറയാം നിങ്ങൾ ജീൻസ് ധരിക്കരുത് എന്ന്. അത് പറഞ്ഞതോടുകൂടി വികാര തീവ്രമാക്കി അത് വിവാദമാവുന്നു എന്ന് പത്രമാധ്യമങ്ങളിൽ വരുമ്പോ അതിന് മറുപടി കൊടുക്കാനൊന്നേ ഉള്ളൂ. ഒരു ചുക്കും ഇവിടെ വിവാദമാവുന്നില്ല. പത്രമാധ്യമങ്ങളുടെ തലയിൽ ഉദിക്കുന്ന വിവാദമല്ലാതെ ഈ രാഷ്ട്രത്തിൽ ഒന്നും വിവാദമാവുന്നില്ല. ഒരു തരത്തിലും ശാന്തമായിട്ട് വാർത്ത എഴുതാൻ അറിയാത്ത കുറെ പത്രമാധ്യമക്കാരാണ് എല്ലാം വിവാദമാവുന്നു. ഗവർണറെ അപ്പോയിന്റ് ചെയ്തത് വിവാദമാവുന്നു, പാലിന്റെ വില കൂട്ടിയത് വിവാദമാവുന്നു, ഇലക്ട്രിസിറ്റി വില കൂട്ടിയത് വിവാദമാവുന്നു, അറബിക്കടലിലെ തിരമാലകൾ വരുന്നത് വിവാദമാവുന്നു. ഇവിടെ വിവാദമാവുന്നു എന്ന് വെറുതെ പറഞ്ഞ് പത്രമാധ്യമങ്ങളുടെ വാർത്തകൾക്ക് ഒരാളും വില കൽപ്പിക്കാത്ത വിധത്തിൽ ആയിത്തീർന്നു പുലി വരുന്നേ എന്ന് പറയുന്ന കുട്ടിക്കുണ്ടായ അനുഭവം പോലെ. അപ്പൊ യേശുദാസ് പറഞ്ഞത് എത്ര ന്യായമാണെന്ന് ഡക്കോട്ട യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ഇറക്കിയ സർക്കുലർ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രായോഗികമാക്കിയത് കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട്, ഇപ്പോഴൊന്നുമല്ല, വളരെ ഗംഭീരമായിട്ട് എല്ലാവരും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ല ഡ്രസ്സ്, നല്ല മനസ്സ്, നല്ല പെരുമാറ്റം, നല്ല വർത്തമാന രീതി, കറക്റ്റായിട്ടുള്ള പൂജാവിധികള്, മന്ത്രാലാപനം, പ്രഭാഷണങ്ങള്, അച്ചടക്കത്തോടുകൂടിയ ഇരിപ്പ്, ശാന്തമായ അന്തരീക്ഷം, ഒരു വാക്കുപോലും ആരും അകത്ത് സംസാരിക്കാത്ത അവസ്ഥ, ഇതെല്ലാം കാണാൻ സാധിച്ചപ്പോ എനിക്ക് തോന്നിയത് യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചപ്പോ സായിബാബ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു എന്ന് എല്ലാവരും അറിഞ്ഞപ്പോ ഇനി പുട്ടപർത്തിയും പ്രശാന്തി നിലയവും അവിടുത്തെ യൂണിവേഴ്സിറ്റികളും അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും എല്ലാം തകർന്ന തരിപ്പണമായി കാണാൻ കൊതിച്ചിരുന്ന ഒത്തിരി വ്യക്തികൾ, ഹിന്ദുക്കൾ ഉൾപ്പെടെ ഒത്തിരി വ്യക്തികളുണ്ടായി. അവരെ എല്ലാവരെയും 150% നിരാശപ്പെടുത്തിക്കൊണ്ടാണ് സമുജ്വലമായ പ്രശാന്തി നിലയം സായിബാബ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഒന്ന് കണ്ടത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ 90% രോഗികളും മലപ്പുറത്തെ മുസ്ലിങ്ങളാണ്. അതായത് കേരള ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും, എല്ലാ സുഖങ്ങളും, എല്ലാ റിസർവേഷനും, എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലെ ഫെസിലിറ്റികളും, എല്ലാ ഗവൺമെന്റ് സ്കൂളിലെ ഫെസിലിറ്റികളും മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം കേരളത്തിന്റെ പുറത്ത് എവിടെയെല്ലാം ഫ്രീ ആയിട്ട് എന്തെല്ലാം കിട്ടുമോ അത് മുഴുവനും സ്വീകരിക്കാനുള്ള അവരുടെ ഐക്യവും കൂടി കാണാൻ പുട്ടപർത്തിയിലെ സേവകന്മാർക്ക് മനസ്സിലാകാതെ പോയി. ആ സേവനത്തിന്റെ കുറെ ഭാഗവും കൂടി ഹിന്ദുക്കൾക്ക് എത്തിച്ചിരുന്നെങ്കിൽ 90-95% സൗകര്യങ്ങളും ഫ്രീ ആയിട്ട് സായിബാബയെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും സായിബാബ കള്ളനാണെന്ന് പറയുകയും ചെയ്യുന്ന അതേ മുസ്ലിം സമുദായം അവരുടെ അച്ഛനെയും അമ്മയെയും മക്കളെയുമാണ് ഫ്രീ ആയിട്ട് ഹാർട്ട് സർജറിയും ന്യൂറോ സർജറിക്കും വേണ്ടി സായിബാബയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ രോഗികളും രോഗികളുടെ ബന്ധുക്കളും അതിനകത്തേക്ക് കയറിയാൽ സായിബാബ ഭക്തന്മാരാണ്. പിന്നെ സായിബാബയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് തൊഴുകയും എല്ലാം ചെയ്യുകയും ചെയ്യും. രോഗം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് പുറത്തേക്ക് മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ സായിബാബയ്ക്ക് എതിരെ പറയുകയും ചെയ്യുന്ന ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഹിന്ദുക്കളുടെ പൈസ കൊണ്ട് നടത്തുന്നത് കാണണമെങ്കിൽ അവിടെ ചെന്ന് കണ്ടാൽ മതി. അത് കാണുമ്പോൾ തോന്നിയ ദുഃഖം ഒഴികെ ബാക്കി യാതൊരു തരത്തിലുള്ള നെഗറ്റീവുകളും പുട്ടപർത്തിയിൽ കാണാൻ സാധിച്ചില്ല. വളരെ വളരെ സന്തോഷകരമായ, ആനന്ദകരമായ, ആത്മാഭിമാനം തോന്നുന്ന,
ഹൈന്ദവ ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങള്, ജീവിത രീതികള്, ധന്യമായ നന്മകള്, ഇതെല്ലാം അവിടെ കാണാൻ സാധിച്ചു. അതില് ഒരു മണിക്കൂർ ഏതാണ്ട് 38,000 പേരിരിക്കുന്ന ഒരു സദസ്സില് ഒരു മണിക്കൂർ ഇംഗ്ലീഷില് മനുഷ്യന്റെ മനസ്സ് ശുദ്ധീകരിക്കണമെന്നും ശരീരം ആരോഗ്യമുള്ള രീതിയിൽ ശുദ്ധീകരിക്കണമെന്നും കുടുംബ ബന്ധങ്ങൾ ശുദ്ധീകരിച്ച് നന്മയിലേക്ക് കൊണ്ടുപോകണമെന്നും നമ്മുടെ സംസ്കാരത്തെ നന്മയിലേക്ക് തിരിച്ച് ശുദ്ധീകരിക്കണമെന്നും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും നന്മയിലേക്ക് കൊണ്ടുപോകണമെന്നും നമ്മുടെ രാഷ്ട്രത്തെയും നന്മയിലേക്ക് കൊണ്ടുപോകണമെന്നും ആരാധ്യനായ പ്രധാനമന്ത്രി സ്വച്ഛ ഭാരതം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത ഒക്ടോബർ 2-ാം തീയതി തന്നെ സ്വച്ഛ മനസ്സ്, സ്വച്ഛമായ ശരീരം, സ്വച്ഛമായ കുടുംബ ബന്ധം, സ്വച്ഛമായ നമ്മുടെ പൈതൃക സംസ്കാരം, സ്വച്ഛമായിട്ടുള്ള സമൂഹം, സ്വച്ഛമായിട്ടുള്ള രാഷ്ട്രം, ഇത് ഉണ്ടാക്കണം എന്ന് സായിബാബയുടെ സന്ദേശങ്ങൾ കൂട്ടി ചെയ്തുകൊണ്ട് പറയാൻ എനിക്ക് സാധിച്ചപ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ഒരു അനുഭൂതിയായിരുന്നു എനിക്കുണ്ടായത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നാളെ നമ്മുടെ ജ്യോതിഷത്തെക്കുറിച്ച് ഇന്നലെ നടന്ന, അതായത് ഒക്ടോബർ 5-ാം തീയതി നടന്ന ആ സെമിനാറിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നുണ്ടായിരിക്കും. പ്രണാമം, നമസ്കാരം.